ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു ലെഫ്റ്റ് ഓവർ ഫാബ്രിക് വെച്ചിട്ടുള്ള ഒരു കുർത്തിയാണ്. നല്ല ഭംഗിയുള്ള ഒരു കുർത്തി നമുക്ക് എങ്ങനെയാ ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 തരം ഫാബ്രിക് എടുത്തിട്ടുണ്ട്. ഈ 2 ടൈപ്പ് ഫാബ്രിക് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനാബിൾ ചെയ്തിടുക. അപ്പോൾ ഞാനിവിടെ ഫാബ്രിക് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ഫോൾഡ് ചെയ്ത ഫാബ്രിക് ആണിത്. ഇനി നമുക്ക് 11.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ലെങ്ത് ആയിട്ട് 26.5 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബാലൻസ് വന്നിട്ടുള്ള പീസിൽ നിന്നും ഒരു പീസ് കൂടി ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഫാബ്രിക്കിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടൊന്ന് 2 ഫോൾഡ് ചെയ്തെടുക്കാം. നയൻ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു സ്ട്രൈറ്റ് ലൈൻ വരഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്ലീവ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് ഓപ്പൺ മാർക്ക് ചെയ്ത് കൊടുക്കാം. 6.5 ഇഞ്ച്. കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാലൻസ് വന്നിട്ടുള്ള ഈ പീസാണ്. അപ്പൊ അതൊന്ന് 1 ഫോൾഡ് ചെയ്തെടുക്കുക. നമുക്ക് ആദ്യം ഈ ഒരു ലെവലല്ലാത്ത പീസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 7 ഇഞ്ച് താഴത്തേക്കും മാർക്ക് ചെയ്ത് കൊടുക്കാം.
9.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ ഒന്ന് വരഞ്ഞു കൊടുക്കാം. സിക്സ്റ്റീൻ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. 8.5 ഇഞ്ച്. അതുപോലെ തന്നെ 2 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാക്കിലത്തെ പീസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയും പീസ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഫ്രണ്ടിലത്തെ പീസ് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു ഭാഗത്തേക്കുള്ള പീസ് മാത്രമേ ആവുന്നുള്ളൂ. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവണ്ട. പിന്നെ ഈ സെന്ററിൽ വരുമ്പോൾ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ബാക്കിയെല്ലാം സെയിം സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ മറ്റേ പീസിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ബാലൻസ് വന്നിട്ടുള്ള റെഡ് പീസ് ഉണ്ട്. അതിന്റെ മേലെ ഈ പീസ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിന് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിനു മുന്നേ ഈ ഒരു പീസിൽ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഇതുപോലത്തെ സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കോണാക്കിയിട്ട് മടക്കി കൊടുക്കുക. 2 തവണ മടക്കിയാൽ ഈ ഒരു ഷേപ്പിൽ കിട്ടും. എക്സ്ട്രാ വന്നിട്ടുള്ള ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ, ഈ ഒരു ഫാബ്രിക് ഇതിന്റെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ മാർക്ക് ചെയ്തതിന്റെ ആ ഒരു പോയിന്റ് തൊട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. ഇങ്ങനെ ഓരോ പീസസും വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ നല്ലൊരു ഭംഗി ഉണ്ടാവും. ഇതിന്റെ സെന്ററിൽ ഈ ഒരു ഡിസൈൻ വരുമ്പോൾ ആ ഒരു ജോയിന്റ് ആ ഒരു അഭംഗി ഉണ്ടാവുകയില്ല. നല്ലൊരു ഭംഗിയായിട്ട് കുർത്തി നമുക്ക് കിട്ടും. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് പോട്ട്ലി ബട്ടൺസ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഈ ഒരു പോയിന്റ് വരെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മറ്റേ ഭാഗം ഉണ്ടല്ലോ, അത് ഇതുമായിട്ട് ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, ഇതുപോലെയാണ് ഡിസൈൻ ഉണ്ടാവുക. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ത്രീ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 6.25 ഇഞ്ച്
ലെങ്ത് ആയിട്ടും മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. അത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം എന്ന് വെച്ചാൽ ആ ഒരു നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ റൗണ്ട് നെക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക് നെക്കും കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഷോൾഡർ ഡ്രോപ്പ് കൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ നെക്കും അതുപോലെ തന്നെ ഷോൾഡറും ഒന്ന് കൂട്ടിയടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ താഴത്തെ ഭാഗം ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഓരോ പീസസും ഫ്രണ്ടിലും ബാക്കിലും വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഷോൾഡർ ടു ഹിപ്പ് മാർക്ക് ചെയ്തെടുക്കാം. 19 ഇഞ്ച്. എന്നിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് സ്ലീവ്സ് ജോയിൻ ചെയ്ത് കൊടുക്കാം.
അടിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ കുർത്തി റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണിത്. അതുപോലെ തന്നെ ഇതിന്റെ സ്ലീവും ഈ ഒരു നെക്കിന് ആ ഒരു ഡിസൈനിന് കണക്കായിട്ടുള്ള സ്ലീവാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തൊട്ട് മുന്നത്തെ വീഡിയോ കാണുക, അതിൽ സ്ലീവ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒരു നല്ല ഭംഗിയുള്ള ഒരു കുർത്തി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് യൂസ്ഫുൾ ആണോ എന്നൊക്കെ ഉള്ളത് കമന്റ് ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.